വെൽക്കം ബാക്ക്. BC ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോ ചില ദിവസങ്ങൾ താമസിച്ചു പോയി. സാങ്കേതികമായി ചില കാരണങ്ങളാലും ചില അസൗകര്യങ്ങളാലും ഈ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ എത്തിയില്ല. വെൽക്കം ബാക്ക്. ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളെ പറയുന്ന, സംഭവങ്ങളുടെ സാഹചര്യങ്ങളെ വിശദീകരിക്കുന്ന, കഥകളുടെ കാണാപ്പുറങ്ങളെ പങ്കിടുന്ന, അറിവുകളുടെ പുതിയ ലോകത്തെ തുറക്കുന്ന BC ടോക്കിന്റെ ഈ എപ്പിസോഡിൽ ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ നൽകുന്ന പിന്തുണകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ആയിരത്തി 1969 ആദ്യമായി ലാവിയുടെ സൈറ്റാനിക് ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി ബുക്സ് ഇതിന്റെ ഒരു കട്ടി കവറുള്ള പതിപ്പ് കൂടെ പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഇപ്പോൾ അവരത് പ്രിന്റ് ചെയ്യുന്നില്ല. 2015 വില്യം മോറ പുസ്തകത്തിന്റെ പുതിയ ഒരു ഹാൻഡ് കവറോടുകൂടെ, ലെതർ കവറോടുകൂടെ ഈ പുസ്തകത്തെ വീണ്ടും പ്രസിദ്ധീകരിച്ചു. ഒപ്പം അതിന്റെ സഹകാരി കൃതികളായ സൈറ്റാനിക് ആചാരങ്ങൾ, റിച്വൽസ് ഓഫ് സൈറ്റാനിസം, അതിനെ കൂടെ ചേർത്തുകൊണ്ട് ഒരു പുതിയ വോളിയം ആയി ഈ പുസ്തകത്തെ പ്രസിദ്ധീകരിച്ചു. റാബിറ്റ് പ്രോ ആർട്സ് ആൻഡ് ഗ്രാഫിക്സിന്റെ പ്രത്യേക ക്രമീകരണത്തിലാണ് ഈ പുസ്തകം വിപണനം ചെയ്ത് 2015 പുറത്തിറക്കപ്പെട്ടത്. നിരവധി അച്ചടികൾക്ക് ശേഷം സമർപ്പണങ്ങളെ നീക്കുകയും, പുസ്തകത്തിന് ആമുഖങ്ങളും സമർപ്പണങ്ങളും ഉണ്ടായിരുന്നു, അവ പലതവണ മാറ്റി എഴുതുകയും ചെയ്തു. യഥാർത്ഥ പ്രസിദ്ധീകരണം മുതൽ കവറിൽ ബോഫോമെറ്റിന്റെ സിഗ്നൽ അല്ലെങ്കിൽ ചിഹ്നം അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. സൈറ്റാനിക് ബൈബിൾ അതിന്റെ പ്രാരംഭ പ്രസിദ്ധീകരണം മുതൽ ഇന്ന് വരെ ഏകദേശം 10 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയപ്പെടുന്നു. ഡാനിഷ്, സ്വീഡിഷ്, ജർമ്മൻ, സ്പാനിഷ്, ഫിനിഷ്, ടർക്കിഷ് തുടങ്ങിയ ഭാഷകളിലും ഇംഗ്ലീഷിലും ഈ പുസ്തകം വളരെ ആധികാരികമായ വിവർത്തനങ്ങളും ഒറിജിനൽ പ്രതികളും ലഭ്യമാണ്. സൈറ്റാനിക് ബൈബിളിലെ നിലവിലുള്ള അച്ചടികൾ അതിന്റെ ആദ്യകാല സമർപ്പണ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ലാവിയെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മിക്ക ആളുകൾക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരണം ചെയ്തിട്ടുള്ളത്. ബെർണാഡോ ലഗാരെ എന്ന് തെറ്റായിട്ട് പ്രിന്റടിച്ചു, ഗോഗറി റാസ്പുട്ടിൻ, സിസ്റ്റർ മേരി കോവൂൻ, ഹാരി ഹൗഡിൻ, അതുകൂടാതെ ലാവലിയുടെ വളർത്തുസിംഹമായിരുന്ന ടൊഗാരെ, കൂടാതെ അജ്ഞാതരായ 9 പേർ തുടങ്ങി അന്ന് സമൂഹത്തിൽ തന്നെ സഹായിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും തന്റെ വളർച്ചയ്ക്കും ഇട നൽകിയിട്ടുള്ള എല്ലാവരുടെയും പേരുകളെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചത്. സൈറ്റാനിക് ബൈബിളിന്റെ വിവിധ പ്രിന്റിങ്ങുകളിൽ ഉടനീളം വിവിധ എഴുത്തുകൾ ആമുഖങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ പതിപ്പിൽ 1969 മുതൽ 72 വരെ അച്ചടിച്ചതിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ ഒരു സമഗ്രതയും ഉൾപ്പെടുത്തിയിരുന്നു എന്നും അത് സാത്താനെ ആരാധിക്കുന്ന സഭ, ചർച്ച് വർഷിപ്പിംഗ് സൈറ്റാൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ബുക്കിലും അതിന്റെ വിവർത്തന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായും ചരിത്ര രേഖകൾ കാണുവാൻ കഴിയും. റോസ്മേരീസ് ബേബി സാറ്റാനിസത്തിന്റെ ജനപ്രിയതയ്ക്ക് വളരെ സംഭാവനകൾ നൽകി. ലേവിയൻ സാറ്റാനിസം അതിന്റെ സൃഷ്ടി നേരിട്ട് സമൂഹത്തെ വളരെ സ്വാധീനിച്ചതായി ഒരു കാലത്ത് അവകാശപ്പെട്ടിരുന്നില്ലെങ്കിലും 1972 മുതൽ 76 വരെ സൈറ്റാനിക് ബൈബിളിന്റെ ആമുഖം മൈക്കിൾ എ അക്വിന എന്ന് പറയുന്ന വ്യക്തി രചിച്ചതായിരുന്നു. അദ്ദേഹത്തിന് സമൂഹത്തിൽ വളരെ സ്വാധീനമുണ്ടായിരുന്നത് അക്കാലഘട്ടങ്ങളിൽ ഈ ഗ്രന്ഥത്തിന്റെ പ്രചാരണത്തിന് വളരെ വഴിയൊരുക്കി. പിന്നീട് അദ്ദേഹം ചർച്ച് ഓഫ് സൈറ്റാനിലെ നിരവധി അംഗങ്ങളുമായി അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ട് സെറ്റ് ടെമ്പിൾ എന്ന് പറയുന്ന പുതിയൊരു സൈറ്റാനിക സഭ അദ്ദേഹം ഉണ്ടാക്കി. സൈറ്റാനിക് തത്വചിന്തകളെയും വിശദമായ തത്വശാസ്ത്രങ്ങളെയും അവയുടെ വിശകലനങ്ങളെയും കൂടാതെ ലെവിയൻ സാത്താനിസത്തെയും കുറിച്ച് അദ്ദേഹം എഴുതിയ രചനകളും മിഥ്യാധാരണകൾക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ലേവിയൻ സാറ്റാനിസ്റ്റുകൾ അല്ലെങ്കിൽ ബാഹ്യദൈവ ആരാധനയെ പൂർണ്ണമായി നിരാകരിക്കുന്നതിന് കാരണമായി തീർന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. സർക്കസുമായി ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന നിരവധി അറിവുകൾ എന്ന് പറഞ്ഞാൽ മാജിക്, കൺകെട്ട് വിദ്യയുടെ നിരവധി അറിവുകൾ ലാവി തന്റെ മതത്തിന്റെ രൂപീകരണത്തിലും വിപുലീകരണത്തിലും ഈ രേഖകളിൽ ചേർത്തിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരു ചെറിയ ആമുഖത്തിൽ സൈറ്റാനിക് ബൈബിൾ എഴുതുവാനുള്ള തന്റെ കാരണങ്ങൾ തന്റെ മുഖവരിയിൽ തന്നെ ലാവി അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ വഞ്ചന എന്നാണ് മതത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നത്. പൂപമായ വിവരക്കേടുകളുടെ
തെറ്റായ പ്രവചനങ്ങളുടെയും ബാല്യങ്ങൾ എന്നാണ് മതഗ്രന്ഥങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മറ്റെഴുത്തുകാർ അദ്ദേഹത്തിന്റെ എഴുത്തുകളെയും സമാനമായി തന്നെയാണ് വിമർശിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുവാനും നിഗൂഢ ഗ്രന്ഥങ്ങൾ പങ്കുവച്ചിരിക്കുന്ന മന്ത്രവാദ വിദ്യയെക്കുറിച്ച് പഠിക്കുവാനും ശ്രമിക്കുന്നതിനു വേണ്ടി തുക ചിലവഴിക്കുന്നവരെ അദ്ദേഹം പരിഹസിക്കുന്നു. പൈശാചികമായ മായാജാലത്തെക്കുറിച്ച് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും നിലവിലുള്ള പല രചനകളും അതിന്റെ റൈറ്റ് പാതയിൽ, അതിന്റെ ശരിയായ വഴിയിൽ അതിന്റെ രചയിതാക്കൾക്കല്ലാതെ ആർക്കും മനസ്സിലാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ബൈബിൾ ഫാന്റസിയും സത്യവും ചേർന്ന് വന്നിരിക്കുന്ന വല്ലാത്ത ഒരു ഗ്രന്ഥമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ബൈബിൾ പറയുന്നത് പോലെ നിങ്ങൾ കാണുന്നത് എല്ലായ്പ്പോഴും നിങ്ങളെ പ്രസാദിപ്പിക്കുകയില്ലെന്നും പക്ഷേ നിങ്ങൾ അവയെ കണ്ടുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം അതിന്റെ ആമുഖങ്ങളിൽ പറയുന്നുണ്ട്. സൈറ്റാനിക് ബൈബിളിന്റെ ആമുഖത്തിൽ പറയുന്നത് ദൈവങ്ങൾ നല്ലതും തിന്മയും മനുഷ്യ സ്വഭാവം എന്ന ആശയത്തിൽ കൊണ്ടുവന്ന് നിറച്ചിരിക്കുന്നു എന്നാണ്. അതിൽ 9 പ്രസ്താവനകൾ പ്രമുഖമായും ഉൾപ്പെടുന്നു. സാത്താൻ പ്രതിദാനം ചെയ്യുന്നത് വർജനത്തിന് പകരം ഭോഗത്തെയാണ്. ഏത് കാര്യത്തെയും നിങ്ങൾ ഉപയോഗിക്കുക, ആസ്വദിക്കുക. ആത്മീയ സ്വപ്നങ്ങൾക്ക് പകരം സാത്താൻ പ്രാധാന്യം നൽകുന്നത് അതിന്റെ യഥാർത്ഥത്തിലുള്ള അസ്തിത്വത്തെയാണ്. സാത്താൻ കപട ആത്മീയ വഞ്ചനയ്ക്കും അഭിനയങ്ങൾക്കും പകരം കളങ്കമില്ലാത്ത ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു. നന്ദിയില്ലാത്തവരോട് പാഴാക്കുന്ന സ്നേഹത്തിന് പകരം അർഹതയുള്ളവരോട് ദയ കാണിക്കുകയാണ് സാത്താൻ നമ്മെ ഉപദേശിക്കുന്നത്. ഒരു കവിളിൽ അടിച്ചാൽ മറ്റേ കവിൾ കാണിച്ചു കൊടുക്കുന്നതിന് പകരം പ്രതികരിക്കുന്ന മാനുഷികതയാണ് സാത്താൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മാനസികമായ ഉത്കണ്ഠയ്ക്ക് പകരം ഉത്തരവാദിത്വത്തോടുകൂടെ പെരുമാറാനും ഉത്തരവാദിത്വത്തെ താൻ തന്നെയായി പ്രതിനിധീകരിക്കാനും സാത്താൻ നമ്മെ സഹായിക്കുന്നു എന്ന് ഈ പ്രസ്താവനകളിൽ പറയുന്നു. സാത്താൻ മനുഷ്യനെ മറ്റൊരു മൃഗമായി തന്നെ പ്രതിനിധീകരിക്കുന്നു. ചിലപ്പോൾ മികച്ചതും എന്നാൽ പലപ്പോഴും 4 കാലിൽ നടക്കുന്ന ഒരു സാധാരണ മൃഗത്തെക്കാളും മോശവുമെന്നാണ് ഈ ഭാഗങ്ങളിൽ താൻ ഉച്ചരിച്ചു പറയുന്നത്. അതിന് കാരണം അവന് ലഭ്യമായ ദിവ്യവും ആത്മീയവും ബൗദ്ധികമായ വികാസം കാരണം ഒരുപക്ഷെ എല്ലാ മൃഗങ്ങളെക്കാളും അതിക്രൂരമായും വളരെ മോശമായും മനുഷ്യന് പ്രതികരിക്കാൻ കഴിയുമെന്ന് പറയുന്നു. സാത്താൻ പാപങ്ങൾ എന്ന് വിളിക്കുന്ന എല്ലാറ്റിനെയും പ്രതിനിധീകരിക്കുകയും റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം അവയെല്ലാം ശാരീരികമോ മാനസികമോ വൈകാരികവുമായ സംതൃപ്തിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് കൊണ്ട് അനുവദനീയമാണ്. സഭയ്ക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല സുഹൃത്ത് സാത്താനാണെന്ന് ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങളിൽ പറയുന്നു. കാരണം ഈ വർഷങ്ങളെല്ലാം അവൻ അതിന്റെ സഭയുടെ ബിസിനസ്സിനെ നന്നായി കൊണ്ടു നടക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു എന്ന് പ്രസ്താവിക്കുന്നു. 9 സാത്താനിക പ്രസ്താവനകൾ ലാവിയൻ സാത്താനിസത്തിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിന്റെ രൂപരേഖയായിട്ടാണ് കണക്കാക്കുന്നത്. കൂടാതെ ലാവിയൻ സൈറ്റാനിസത്തിന്റെ ചില മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. 9 സൈറ്റാനിക് സിൻസ്, പാപങ്ങൾ, അവയിൽ പ്രാധാന്യമുള്ളവയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് നടത്തിയ ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗങ്ങളിലെ ഭാഗ്യോദ്ധരണികൾ അവയെ നേരെ മറിച്ചാണ് സാത്താനിക് ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബലമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ബലഹീനർ ശപിക്കപ്പെട്ടവർ, അവർ എന്നും നുകം ചുമക്കേണ്ടി വരും. ഇരുമ്പ് കൈകൾ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ശപിക്കപ്പെട്ടവർ, അവരെന്നും മറ്റുള്ളവരാൽ തുപ്പപ്പെടും. ഇങ്ങനെ ഭാഗ്യ വചസ്സുകളെ നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. സാത്താന്റെ പുസ്തകം എന്ന സൈറ്റാനിക് ബൈബിളിന്റെ പ്രഥമ ഭാഗം, അതിന്റെ ഭൂരിഭാഗവും മൈറ്റ് ഈസ് റൈറ്റ് എന്ന കൃതിയുടെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് പറയുന്നു. വംശീയത, യഹൂദ വിരുദ്ധത, സ്ത്രീ വിരുദ്ധത എന്നിവ ആ ഭാഗത്ത് നിന്ന് നീക്കിയതിനു ശേഷം തിരുത്തി എഴുതുകയും 10 കൽപ്പനകളെയും സുവർണ നിയമങ്ങളെയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. പല്ലിന് പകരം പല്ല് എന്ന തത്വചിന്ത പൂർണ്ണമായും ഈ ഭാഗം ഉറപ്പിച്ച് പറയുന്നു. റെഡ് ബേർഡിലൂടെ ലാവി സാമൂഹിക ഡാർവിനിസത്തിന്റെ ശക്തി വെളിപ്പെടുത്തുകയാണ്. ദുർബലർക്ക് മരണം, ശക്തർക്ക് സമ്പത്ത്, മനുഷ്യർക്ക് സഹജമായ കവർച്ചക്കാരായി മറ്റൊരുവനിലുള്ളത് എങ്ങനെയും കരഗതമാക്കുന്ന മാനസികാവസ്ഥയുള്ളവരായി ഈ ഭാഗം തിരിച്ചറിയപ്പെടുന്നു. കാമവും ജഡീക ആഗ്രഹവും മനുഷ്യന്റെ ആന്തരികതയുടെ ഭാഗം മാത്രമാണെന്നും അത് ഭൗമിക സന്തോഷത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നും ഈ ഭാഗങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു. ഭൗമിക സന്തോഷത്തിലേക്ക് നയിക്കാത്ത എല്ലാറ്റിൽ നിന്നും പിരിഞ്ഞു പോകുക, അതാണ് പാപം എന്നാണ് ഈ പുസ്തകത്തിൽ
നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആഹ്ലാദത്തെ അംഗീകരിക്കുന്നു, വായനക്കാരെ അവരുടെ ജീവിതത്തിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരാളെ സന്തോഷിപ്പിക്കുവാനും വിജയത്തിലേക്ക് നയിക്കുവാനും കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമോ അതിനെയെല്ലാം ഈ ഭാഗങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നല്ലത് തിന്മകൾ എന്ന ഏകപക്ഷീയമായ നിർവചനങ്ങൾക്ക് അപ്പുറം മാനസിക ഉല്ലാസങ്ങൾ നൽകുന്ന ഏതിനെയും നന്നായി മനുഷ്യന് പ്രവർത്തിക്കാം. മതം മനുഷ്യനിർമ്മിതമാണെന്ന് വിമർശിക്കപ്പെടുന്നു. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുവാനും അല്ലെങ്കിൽ മതം വെളിപ്പെടുത്തുന്ന എല്ലാ നുണകളെയും നശിപ്പിക്കുവാനും ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കുന്നു. അനിഷേധ്യ സത്യങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ദീർഘകാല നുണകളെ ഏറ്റവും അപകടകരമായ ഭാഗങ്ങൾ എന്നാണ് ലാവിയൻ തത്വസംഹിതകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. രണ്ടാം പുസ്തകമായ ലൂസിഫറിന്റെ പുസ്തകം സൈറ്റാനിക് ബൈബിളിന്റെ തത്വശാസ്ത്രപരമായ ഭൂരിഭാഗം ഉപദേശങ്ങളും അടങ്ങിയിരിക്കുന്നു. ദൈവം നല്ലവനും സാത്താൻ തിന്മയുമാണെന്ന് ക്രിസ്തുമതം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നും സാത്താൻ ദൈവത്തെക്കാൾ നല്ലവനാകുന്നത് എങ്ങനെയാണെന്നും ഈ പുസ്തകമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബദൽ വീക്ഷണത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദൈവം എന്നതിന്റെ പര്യായമായി സാത്താൻ എന്ന വാക്കാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു ലേവിയൻ സൈറ്റാനിസ്റ്റും വ്യത്യസ്തനാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുന്നവരാണ്. എന്നാൽ എല്ലാവർക്കും അത് അവരുടെ ജീവിതത്തിൽ നല്ലതും സ്ഥിരതയുള്ളതുമായ ഒരു ശക്തിയെ ഈ വിധത്തിൽ പ്രാപ്യമാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ബാഹ്യ ദൈവങ്ങളിൽ വിശ്വാസമില്ലാത്തതിനാൽ വിശ്വാസികളെ നാസ്തിക സൈറ്റാനിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്നു. ലാവിയൻ സൈറ്റാനിസ്റ്റുകൾ സാത്താനെ കാണുന്നത് പുലർന്ന കുളമ്പുകളും കൊമ്പുകളും മുള്ളുള്ള വാലും ഒക്കെയുള്ള ഒരു നരവംശത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഏകദേശം രൂപസാദൃശ്യമുള്ള ഒന്നായിട്ടല്ല. മതങ്ങൾ തിന്മയായി അവതരിപ്പിക്കുന്ന ഈ സാത്താനെ അവരവതരിപ്പിക്കുന്നത് പ്രകൃതിയുടെ ശക്തിയായിട്ടാണ്. സാത്താനെ ഒരു മെറ്റഫർ, രൂപകമായോ പ്രതീകമായിട്ടോ അല്ല അവർ വീക്ഷിക്കുന്നത്. ആരാധിക്കപ്പെടേണ്ടുന്ന ഒരസ്തിത്വവുമായിട്ടല്ല. ലാവി പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ശക്തമായി നിഷേധിക്കുന്നു. പകരം പരിഹാരം ആവശ്യപ്പെടുന്നതിന് പകരം ഒരു സാഹചര്യം പരിഹരിപ്പാൻ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന് ലാവി ഈ ഭാഗങ്ങളിൽ പറയുന്നു. 7 മാരക പാപങ്ങളുണ്ടെന്നും അവ മനുഷ്യനെ വ്യത്യസ്തമായ സന്തോഷത്തിലേക്ക് നയിക്കുന്നു എന്നും ഈ ഭാഗങ്ങളിൽ ലാവി അവതരിപ്പിക്കുന്നുണ്ട്. സുവർണ നിയമങ്ങളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: നിങ്ങളോട് മറ്റുള്ളവർ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതിനെ ചെയ്യണമെന്ന് ബൈബിൾ ഉപദേശിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ തിരിച്ചാണ്. മറ്റുള്ളവർ നിങ്ങളോട് എന്തു ചെയ്യുന്നോ അതിന് തക്കവണ്ണം നിങ്ങളും അവരോട് ചെയ്യുക. ഒരാൾ മോശമായി പെരുമാറിയാൽ അയാൾക്ക് എത്രത്തോളം മോശമായ പെരുമാറ്റം നിങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാക്കുക. ലൂസിഫറിന്റെ പുസ്തകത്തിൽ നരകത്തിലെ 4 കിരീടാവകാശികളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്: സാത്താൻ, ലൂസിഫർ, ബെലിയൽ, ലെവ്യാഥാൻ. കൂടാതെ സംസ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നുമുള്ള സാത്താനെ പ്രതിദാനം ചെയ്യുന്ന 77 നരകത്തെ പരാമർശിക്കുന്ന വാക്കുകളും ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലാഭിയുടെ അഭിപ്രായത്തിൽ സാത്താന്റെ ആചാരങ്ങൾ ഓരോന്നും നടക്കുമ്പോൾ ഈ പേരുകൾ ഉദ്ധരിച്ച് പ്രാർത്ഥനയിൽ തങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി അവർക്ക് അന്വേഷണം നടത്താം. ലൂസിഫറിന്റെ പുസ്തകത്തിൽ സൈറ്റാനിക് സെക്സ് എന്ന പേരിൽ ഒരു നീണ്ട ലൈംഗികതയെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തക ഭാഗത്തെയും നമുക്ക് കാണുവാൻ കഴിയും. ലാവിയൻ സാത്താനിസത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകമാണ് ലൈംഗികതയെന്നും മറ്റ് അശ്ലീല സ്വഭാവത്തിൽ പങ്കാളിത്തം നിർബന്ധമാണ് എന്ന് സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല, അവനവനിൽ തന്നെ സംതൃപ്തി നൽകും വിധം ലൈംഗികതയോ അശ്ലീല സ്വഭാവങ്ങളോ ചെയ്യാമെന്ന് ലാവി ഇവിടെ വിശദീകരിക്കുന്നു. ലൈംഗിക സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ തങ്ങളുടെ ഇഷ്ടാനുസരണം സ്വന്തം ലൈംഗികതയെ പരിവേഷണം ചെയ്യുവാൻ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇവയൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ലൈംഗികതയെക്കുറിച്ചുള്ള സാത്താന്റെ വീക്ഷണങ്ങൾക്കും കിംവദന്തികൾക്കും ഒപ്പം സാധാരണ പുറത്തു പറയുന്ന ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ധാർമ്മികമായ അപവാദങ്ങൾക്കൊപ്പം മൃഗബലികളെയും നരബലികളെയും കുറിച്ച് ലാവി ഈ ഭാഗത്ത് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ലാവിയൻ സൈറ്റാനിസ്റ്റുകൾ നരബലി നടത്തുന്നത് ഒരേ ഒരു സമയം 2 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അവൻ അല്ലെങ്കിൽ അവൾ ഒരു ശാപം ചെയ്യുമ്പോൾ മന്ത്രവാദിയുടെ അകത്തളങ്ങളിലെ വൈകാരിക കോപം ശമിപ്പിക്കാൻ ഒരുവൻ മരണത്തിന് അർഹതയുണ്ടെങ്കിൽ മാത്രം അവനെ കൊല്ലുന്നു. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന നടപടി നശിപ്പിക്കപ്പെടുവാനുള്ള അഭ്യർത്ഥനയായി മറ്റൊരാളെ കൊല്ലുക. ഈ ഭാഗത്ത് പറയുന്ന ഇറ്റ് ഇസ് എ കഴ്സ്, ശാപം എന്നാണ് പറയുന്നത്. അങ്ങനെ ധാർമ്മികമായി 2 അവസരങ്ങളിൽ മാത്രമേ ഇവർ മൃഗബലിയോ
നരബലിയോ നടത്താറുള്ളൂ. ഒരു സൈറ്റാനിസ്റ്റിന് ഒരിക്കലും ഒരു കുഞ്ഞിനെയോ ഒരു സാധുമൃഗത്തെയോ ബലിയർപ്പിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒരു ചെറിയ കുഞ്ഞിനെയോ ഒരു മൃഗത്തിന്റെ കുഞ്ഞിനെയോ അവനൊരിക്കലും ബലിയർപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം അവ ശുദ്ധമായവയും പ്യുവറായ നാച്ചുറലായ പ്രകൃതിയാലുള്ള സ്വഭാവം വഹിക്കപ്പെടുന്നവയുമാണ്. ബുക്ക് ഓഫ് ലൂസിഫറിൽ മരണത്തെക്കുറിച്ച് ലാവിയൻ നടത്തുന്ന നിരീക്ഷണം ഇങ്ങനെയാണ്: പൂർണ്ണ ജീവിതം നയിച്ച ഏതൊരാൾക്കും മരണത്തെ ഭയമാണ്. അദ്ദേഹം മരിക്കുവാൻ ഇച്ഛിക്കുന്നില്ല. ഈ പുസ്തകത്തിൽ പുനർജന്മത്തെ അല്ലെങ്കിൽ പുനർജന്മം എന്ന ആശയത്തെ, വീണ്ടും ജന്മം എന്ന ആശയത്തെ, മരണശേഷമുള്ള സ്വർഗം നരകം എന്നുള്ള ആശയങ്ങളെയൊക്കെ അതിന്റെ ഇച്ഛാശക്തിയുടെ എല്ലാ ആമുഖങ്ങളോടും ശക്തിയോടും കൂടെ നിരാകരിക്കുന്നു. മൃഗങ്ങളുടെ സഹജവാസനയായി മാത്രമാണ് മനുഷ്യന്റെ എക്സിസ്റ്റൻസ്, ജീവിക്കുവാനുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ ത്വരയെ കാണുന്നത്. ദയാവധം ഒഴികെയുള്ള ഒരു കാര്യങ്ങളിൽ, ഒരു കേസിലും ഒരിക്കലും ആത്മഹത്യയെ സൈറ്റാനിസം പ്രോത്സാഹിപ്പിക്കുന്നില്ല. സൈറ്റാനിസ്റ്റുകൾ അവരുടെ ദൈവമായി കണക്കാക്കുന്നത് തങ്ങളെ തന്നെ ആകയാൽ ജന്മദിനങ്ങൾ അവർക്ക് വളരെ പ്രാധാന്യമുള്ളവയാണ്. ഒരാളുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിൽ വാൾപുർഗി സ്നാച്ചും ഹാലോവിനും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ബുക്ക് ഓഫ് ബെലിയലിൽ, സാറ്റാനിക് ബൈബിളിന്റെ 3-ാമത്തെ പുസ്തകത്തിൽ ആചാരങ്ങളെയും മാന്ത്രികതയെയും വിശദീകരിക്കുന്നു. 1972 ലാവി പ്രസിദ്ധീകരിച്ച സാത്താന്യ ആചാരങ്ങൾ, റിച്വൽസ് ഓഫ് സൈറ്റാൻ, അവയെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുകയും ബ്ലാക്ക് മാസ്, കറുത്ത കുർബാന, അവയ്ക്കുടെ ആചാരക്രമങ്ങളും അവയുടെ ഓർഡറുകളും ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ബുക്ക് ഓഫ് ബെലിയലിൽ ഒരുവന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാഹചര്യങ്ങളോ സംഭവങ്ങളോ മാറ്റം ഉണ്ടാക്കുന്നില്ലെന്ന്, എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ഇഷ്ടത്തിനെ മാറ്റാൻ കഴിയില്ലെന്നും സാധാരണ രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന അടിസ്ഥാന സ്വഭാവം എന്നും തുടർന്നുകൊണ്ടിരിക്കുമെന്നും പറയുന്നു. ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നതിനും അവരുടെ ശ്രദ്ധയെ നമ്മിലേക്ക് ആകർഷിക്കുന്നതിനും വിവിധ വഴികൾ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന 3 ഗുണങ്ങൾ: 1 സെക്സ് അപ്പീൽ, 2 വൈകാരികമായ അനുഭവങ്ങൾ, എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, ക്യൂട്ട്നെസ് അല്ലെങ്കിൽ നിഷ്കളങ്കത, 3-ാമത്തത് ഒരു വ്യക്തിയിൽ ജനിക്കപ്പെടുന്ന അത്ഭുതം. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഗന്ധം മറ്റൊരു വ്യക്തിയെ വളരെ സ്വാധീനിക്കുവാൻ കഴിവുള്ളത് എന്നാണ് പറയുന്നത്. 3 തരത്തിലുള്ള ആചാരങ്ങൾ ഈ ഭാഗത്ത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്: ലൈംഗികത, അനുകമ്പ, നാശം. അവയെ വിശദീകരിക്കുവാനും ഈ ഭാഗങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആരോഗ്യം, ബുദ്ധിശക്തി, വിജയം തുടങ്ങിയവ മെച്ചപ്പെടുത്താൻ അനുകമ്പയുള്ള ആചാരങ്ങൾ ആവശ്യമാണെന്നും ആക്ട് ഓഫ് ഡിസ്ട്രക്ഷൻ, നശീകരണ ചെയ്തികൾക്ക് ഒരു വ്യക്തിയെ ഉപയോഗപ്പെടുത്തിയാൽ പൂർണ്ണമായി നശിപ്പിക്കണമെന്നും ഈ ഭാഗം പറയുന്നു. ഭാഗികമായി ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നത് ദുഃഖത്തിനും നിരാശയ്ക്കും കാരണമാകുമെന്നുള്ളതുകൊണ്ട് വിനാശങ്ങൾ പൂർണ്ണമായിരിക്കണം എന്ന് പറയുന്നു. ഒരാളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും സാമൂഹ്യ വിരുദ്ധമായ പെരുമാറ്റം ഒഴിവാക്കുന്നതിനുമായി ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണെന്ന് ലാവി ഈ ഭാഗങ്ങളിൽ പറയുന്നു. അതുമാത്രമല്ല, അനുകമ്പയും ലൈംഗിക ആചാരങ്ങളും സ്വകാര്യമായതിനാൽ നശീകരണ ചടങ്ങുകൾ കൂട്ടമായി തന്നെ, എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് ഡിസ്ട്രക്ഷൻസ് ഒക്കെ ഒന്നിച്ചൊരു സമൂഹമായി തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം ഈ ഭാഗത്ത് ഉപദേശം നൽകുന്നു. വിജയകരമായ ആചാരത്തിന്റെ പ്രധാന ഘടകങ്ങൾ ആഗ്രഹം, സമയം, ഇമേജറി, എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങൾ, ദിശ, ഒരു വ്യക്തിക്ക് ആ കാര്യത്തിലേക്ക് എത്തപ്പെടുവാനുള്ള വഴി, ബാലൻസിങ് ഫാക്ട്, എന്ന് പറഞ്ഞാൽ സ്വന്തം പരിമിതികളെക്കുറിച്ചുള്ള അവബോധം. ഇങ്ങനെ വിവിധ അറിവുകളും ആചാരങ്ങളും ചേർന്നാണ് ഒരു വ്യക്തി ഒരു ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. കൂടാതെ ആചാരങ്ങളുടെ സമയങ്ങളിൽ ഉപയോഗിക്കേണ്ടുന്ന വസ്ത്രങ്ങൾ, വസ്തുക്കൾ, അവയുടെ സമയങ്ങൾ, ഉദ്ധരിക്കേണ്ടുന്ന ഭാഗങ്ങൾ, ബലിപീഠങ്ങളുടെ രൂപകൽപ്പനകൾ, ബാഫോമേറ്റിന്റെ ചിഹ്നത്തെ സംബന്ധിച്ച് ഉപയോഗിക്കേണ്ടുന്ന ആംഗിളുകൾ, ഇവയൊക്കെ അതിന്റെ ഡിഗ്രി, ആംഗിളുകൾ, അതൊക്കെ ഈ പുസ്തകത്തിലാണ് വിവരിക്കുന്നത്. ലിവിയാഥാന്റെ പുസ്തകം സൈറ്റാനിക് ബുക്ക് ഓഫ് ബൈബിൾ അല്ലെങ്കിൽ സൈറ്റാനിക് ബൈബിളിലെ അവസാനത്തെ ഭാഗമാണ്. ഇവിടെയാണ് സാത്താനോടുള്ള അഭ്യർത്ഥനകൾ അവതരിപ്പിക്കുന്നത്. സാത്താനോടുള്ള അഭ്യർത്ഥനകൾ ഒന്നും തന്നെ സാത്താൻ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ചെയ്തു തരണം എന്നല്ല. ഏത് കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതിനു വേണ്ടുന്ന അധികാരം എനിക്ക് നൽകണം എന്നാണ് പറയുന്നത്. ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയാണെങ്കിൽ അതിന്റെ ആൺപെൺ പതിപ്പുകൾ ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. വിനാശത്തിന്റെ സംശയിലേക്കുള്ള ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥനയിലൂടെ ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ മുതിരുമ്പോൾ അതിനു വേണ്ടുന്ന പൂർണ്ണ അറിവും ശക്തിയും ഇരുണ്ട ശക്തികളിൽ നിന്ന് തങ്ങൾക്ക് ലഭ്യമാക്കി തീർക്കേണ്ടതിന് അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനാ ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്.
സംരക്ഷണം, ആരോഗ്യം, ശക്തി, അഭ്യർത്ഥനയുടെ വിഷയത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ വിനാശം, ഇവയെ സംബന്ധിച്ച് പൂർണ്ണമായ രൂപങ്ങളാണ് ഈ ഭാഗത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ദൈവവും സാത്താനും എന്ന പദങ്ങൾ മാറി മാറി ഒരേ അർത്ഥത്തിൽ സൈറ്റാനിക് ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റു മതങ്ങളെ പരാമർശിക്കുന്ന ഇടത്തും അവരുടെ ദൈവസങ്കല്പങ്ങളെ അവതരിപ്പിക്കുന്ന ഇടത്തു മാത്രമേ ദൈവം എന്ന പദം സാധാരണയായി പുസ്തകത്തിൽ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. സാത്താന്റെ പര്യായ പദങ്ങളായി ഉപയോഗിക്കപ്പെടുന്ന എല്ലാ പദങ്ങളെയും ലാവിയൻ സാത്താനിസം നന്നായി നിർവചിക്കുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും നുണകളാൽ ആരംഭിക്കുമ്പോൾ മനുഷ്യൻ തന്നോട് തന്നെ കൂടുതൽ അടുക്കേണ്ടതിനും മനുഷ്യരൂപമുള്ള ദൈവ ചിന്തകളിൽ നിന്ന് അകന്ന് സാത്താനോട് കൂടുതൽ സൗഹൃദമായിരിക്കേണ്ടതിനും ഈ ഭാഗങ്ങൾ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. സ്വന്തം വ്യക്തിത്വത്തെയാണ് ഒരു മനുഷ്യൻ എപ്പോഴും ആരാധിക്കേണ്ടതെന്നും ബാഹ്യമായ ഒരു ദൈവശക്തിയല്ലെന്നും, അങ്ങനെ ബാഹ്യമായ ദൈവശക്തിയാണെങ്കിൽ പോലും മനുഷ്യർക്ക് അനുരൂപമായിട്ടുള്ള സങ്കല്പങ്ങൾ മാത്രമാണ് ദൈവങ്ങളെന്നും ഈ പുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നു. സാത്താനെക്കുറിച്ചോ സർപ്പത്തെക്കുറിച്ചോ ആദ്യകാല ക്രിസ്ത്യൻ വീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രൂപങ്ങളെയും സാത്താന്യ ഭാഗങ്ങൾ ധിഖരിക്കുന്നുണ്ട്. ജ്ഞാനി അല്ലെങ്കിൽ ജ്ഞാനം, ധിക്കാരം, ചോദ്യം ചെയ്യൽ, സ്വതന്ത്ര ചിന്ത എന്നിവ മറ്റു മതങ്ങളിൽ ഉള്ളതിനേക്കാൾ സൈറ്റാനിക് റിലീജിയൻസിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ഈ ഭാഗത്താണ് കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വന്തം അഹന്തയെ അല്ലെങ്കിൽ അവനവനിലെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ മനുഷ്യൻ തയ്യാറാകാത്തതാണ് ആത്മാരാധനയ്ക്കൊപ്പം അവനവനെക്കുറിച്ചുള്ള പ്രശംസയും ആരാധനയ്ക്കുമൊപ്പം ബാക്കി ദൈവങ്ങളുടെ ആരാധനയിലേക്ക് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ ഭാഗം പറയുന്നത്. സ്വയം കേന്ദ്രീകൃതമായ ഒരു വ്യക്തിശൈലിയാണ് നാർസിസം. തങ്ങളോട് സ്വന്തം ആവശ്യങ്ങളോടുമുള്ള അമിതമായ ശ്രദ്ധ ചെലുത്തലാണ് നാർസിസം. അതൊരുപക്ഷെ സ്വന്തം ചെലവിലോ മറ്റുള്ളവരുടെ ചെലവിലോ ആകാം. ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യൻ തന്റെ സത്വത്തെ വാക്യമാക്കാൻ നിർബന്ധിക്കുന്നെങ്കിൽ ദൈവത്തെ ഭയപ്പെടുമ്പോൾ മനുഷ്യൻ തന്നെ തന്നെയാണ് ഭയപ്പെടുന്നതെന്നും അതിനാൽ യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ സന്തോഷവും അവന് ലഭ്യമാകുന്നില്ലെന്നും ദൈവത്തെ സ്തുതിക്കുന്നതിലെല്ലാം കാപട്യമുണ്ട് എന്നും ഈ പുസ്തക ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പേരിൽ മതങ്ങളോ ആചാരങ്ങളോ മതചടങ്ങുകളോ നടത്തുവാൻ മനുഷ്യന് ആവശ്യമില്ല എന്ന് ഈ ഭാഗങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യൻ ആചാരവും സിദ്ധാന്തവും ആവശ്യമാണ്, എന്നാൽ അതൊരു ദൈവത്തിന്റെ പേരിൽ നടത്തേണ്ടുന്ന ഒരു കാര്യമല്ലെന്നും അവനവനിലെ സ്വയത്വത്തെ ഉത്തേജിപ്പിച്ചു കൊണ്ടുവന്ന് താൻ ആഗ്രഹിക്കുന്നതിനെയൊക്കെ സാധിച്ചെടുക്കുവാനുള്ള ഒരു വഴി മാത്രമാണതെന്നും ഈ ഭാഗങ്ങൾ വിശദീകരിക്കുന്നു. ഇന്ന് സൈറ്റാനിക് ബൈബിളിന്റെ പ്രിന്റിങ്ങും പ്രചരണവും പലയിടങ്ങളിലും നിരോധിച്ചിട്ടുണ്ടെങ്കിലും വ്യാപകമായ പ്രചരണം ഈ ഗ്രന്ഥത്തിന് ഇപ്പോഴും നിലവിലുണ്ട്. സമൂഹത്തിന്റെ നേർക്കാഴ്ചകളുടെ മറ്റൊരു പരിച്ഛേദമെന്നാണ് സോഷ്യോ എക്കണോമിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. സമൂഹം വിലക്കുന്നതിനെതിരെ പ്രതികരിക്കാനുള്ള മനുഷ്യന്റെ മനസ്സുകളുടെ മറ്റൊരു ഭാഗം എന്നാണ് ഈ സൈറ്റാനിസത്തെയും ഈ തിയറികളെയും ഇന്നത്തെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പലരും വിവരിക്കുന്നത്. ലിവിക്ക് അവസാന കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് ഒരാകാംക്ഷ നമുക്കുണ്ടാകും. 1980 അമേരിക്കയിലെ പ്രമുഖനായിരുന്ന ഒരു അഡ്വക്കേറ്റും രാഷ്ട്രീയക്കാരനുമായിരുന്ന ഡെഡ് കെന്നഡിയെ കൊലപ്പെടുത്തുവാനുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് FBI ലാവിയെ ചോദ്യം ചെയ്തു. സഭകളുടെ അനുയായികരിൽ ഭൂരിഭാഗവും മതഭ്രാന്തന്മാരും മതവിശ്വാസികൾ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തരുമാണെന്ന് അന്ന് ലാവിക്ക് അവരോട് സമ്മതിക്കേണ്ടി വന്നു. ചർച്ച് ഓഫ് സാത്താന്റെ താല്പര്യം പണത്തിന്റെ വീക്ഷണകോണിൽ നിന്നാണെന്ന് അദ്ദേഹം അന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഭൂരിഭാഗവും സമയങ്ങളും അഭിമുഖങ്ങൾ എഴുതാനും മെറ്റീരിയൽ തയ്യാറാക്കി സഭയെ പരിപോഷിപ്പിക്കാനും താൻ ചെലവഴിച്ചതായിട്ട്, താൻ ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ളവനായിട്ടുമൊക്കെ അന്ന് താൻ സമ്മതിച്ചതായിട്ട് ആ ചോദ്യം ചെയ്യൽ രേഖകളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1984 ജൂലൈയിൽ ഹെഗാർട്ടിയിലെ ലാവിലിക്കെതിരെ ഒരു നിരോധന ഉത്തരവ് പുറപ്പെട്ടു വന്നു. അതിനാൽ പിന്നെ അദ്ദേഹം ഒരു വിശ്രമ ജീവിതം പോലെയാണ് ജീവിതത്തെ നയിച്ചത്. 1997 ഒക്ടോബർ 29 സാൻ ഫ്രാൻസിസ്കോയിലെ സെന്റ് മേരീസ് മെഡിക്കൽ സെന്ററിൽ പൾമിനറി എഡിമ ബാധിച്ച് അദ്ദേഹം മരിച്ചു. ആന്റൺ ലാവി മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റിൽ 1997 ഒക്ടോബർ 31 രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഗൂഢമായ രീതിയിൽ ചില ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ശവശരീരം സൂക്ഷിച്ചു വെക്കുകയും അതിനുശേഷം അത് സംസ്കരിക്കുകയും ചെയ്തു. ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള, യുവതലമുറകളിൽ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള, നിരവധി സംഗീതങ്ങളിലും ബാൻഡുകളിലും പ്രോഡക്റ്റുകളിലും സ്വാധീനമുള്ള, എന്നും നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള, പുറം ലോകത്തിന് അത്ര തുറക്കപ്പെട്ടിട്ടില്ലാത്ത സൈത്താനിസത്തിന്റെ ഏറ്റവും ആധികാരിക രേഖയും അതിന്റെ അടിസ്ഥാന പ്രസ്താവനകളും തയ്യാറാക്കിയ
ലാവി ലോകത്ത് നിന്ന് മാഞ്ഞുപോയി. ഇപ്പോഴും ലഭ്യമല്ലെങ്കിലും സാധാരണ ലഭിക്കുവാൻ പ്രയാസമുണ്ടെങ്കിലും സൈറ്റാനിക് ബൈബിൾ ഒരുപാട് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തി നിലനിൽക്കുന്നു. കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളും കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത പുതിയ അറിവുകളുമൊക്കെയായി ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളും സംഭവങ്ങളുടെ സാഹചര്യങ്ങളും കഥകളുടെ പിന്നാമ്പുറങ്ങളുമായി ബേസിക് ടോക്ക് വീണ്ടും എത്തും. അതുവരെ ടേക്ക് കെയർ. സൈനിങ് ഓഫ്.